ഒരു കോഴ്സ് എടുത്ത് വെച്ചിട്ട് എത്ര ദിവസമായെന്നറിയാം. ഇപ്പൊ അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു പോകും. ഒന്നിനും സമയം കിട്ടണ്ടേ? എന്തെല്ലാം പണികളാ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കാത്ത ലേഡീസ് കുറവായിരിക്കും. ഒരുപാട് പേരെ നമ്മുടെ കൂട്ടുകാരായാലും നമ്മൾ അടുത്തുള്ളവർ ആരെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ എനിക്കും ഇതേപോലെയായിരുന്നു കുറെ നാളുകൾ. ഇപ്പോ എനിക്കൊരു ജോലിയില്ല. ഞാൻ ചെയ്തിരുന്ന ജോലി, കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ജോലി, ഒരു 3 വർഷത്തോളം ജോലി ചെയ്തിട്ട് ഞാൻ ക്വിറ്റ് ചെയ്തു. കൂടാതെ കുറെ സൈഡ് ഇൻകം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ എനിക്ക് ഈ സമയം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിലെ പണികൾ ചെയ്തുകൊണ്ടിരുന്ന ഇതിനൊന്നും സമയം കിട്ടില്ല. അങ്ങനെ ഞാൻ കണ്ടെത്തിയ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള 15 ടൈനി മിനിമലിസ്റ്റിക് ഹാബിറ്റ്, ഇത് എനിക്ക് ഒരുപാട് സമയവും ഒരുപാട് എൻ്റെ എനർജിയും സേവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇതാണോ ഇത്ര വലിയ കാര്യം തോന്നും. പക്ഷെ ട്രസ്റ്റ് മീ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ ഒരു ചെറിയ വലിയ സമയം വലിയ മെനക്കെടുള്ള കാര്യമൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഓരോന്നായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യമൊന്നും ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു റൂമിൽ ഇരിക്കുകയാണ്. നമ്മൾ ബെഡ്റൂമിൽ കുറച്ചു നേരം ഒന്ന് ഇരുന്നു, കുറച്ചു നേരം ചായ കുടിച്ചു. എന്നിട്ട് ആ ടീ കപ്പ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കോ, റൂമിൽ എവിടെയെങ്കിലും വെച്ചിരിക്കാന്ന് വിചാരിച്ചോ. നമ്മൾ അങ്ങനെ എഴുന്നേറ്റ് അങ്ങ് പോവാതെ ആ റൂമിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ ഒരു ചായ കപ്പ് എന്തെങ്കിലും ഇരിക്കുന്ന കണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എടുത്തോണ്ട് പോവുക. അതായത് വേറൊന്നുമില്ല, സിംപ്ലി നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ വെറും കൈയോടുകൂടി ഒരു സ്ഥലത്തു നിന്ന് പോവാതിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം, ആ ഒരു കപ്പ് എടുത്തോണ്ട് വെക്കുമ്പോൾ അത് ക്ലീൻ ആവും. അതല്ലാതെ പിന്നെ വീണ്ടും നമുക്ക് അതിനു വേണ്ടി ഒന്നും കൂടെ വന്ന് വീണ്ടും ഒരു നടപ്പ്, അങ്ങനെ കുറച്ച് സമയം വെറുതെ നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ എനർജി നഷ്ടപ്പെടും. അങ്ങനെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, എവറിത്തിങ് ഹാസ് വൺ ഹോം. ഒന്നുമില്ല, വെരി സിമ്പിൾ. ഇപ്പോ നമ്മുടെ വീട്ടിൽ പൊതുവെ എല്ലാവരും, ഇപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും എന്റെ ചാർജർ എവിടെ, എന്റെ പവർ ബാങ്ക് എവിടെ, എന്റെ ഇയർഫോൺ എവിടെ എന്നും പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കും. അതിന് ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത്, ഈ ഹാളിലാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതും എല്ലാവരും കൂടുതൽ തപ്പുന്നതും. അവിടെ ഒരു ചെറിയ ഒരു ചാർജ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ പ്ലഗ് പോയിന്റും ഒക്കെ അവിടെയുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് എനിക്ക് നല്ലൊരു ചെറിയൊരു അതായത് TV യൂണിറ്റും കൂടെ തന്നെയുള്ള ഒരു തട്ടാണ്. അവിടെ ഞാൻ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ചാർജറുകൾ, എല്ലാവരുടെയും ചാർജറുകൾ, ഇയർഫോൺ, പവർ ബാങ്ക് ഒക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും എവിടെയും തപ്പേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം ഇന്ന സ്ഥലത്താണ് ഇതിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓരോ സാധനത്തിനും അതാത് സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാ. പെട്ടെന്ന് എമർജൻസി ആയിട്ട് എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ഇതുപോലുള്ള സാധനങ്ങൾ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു പ്രോപ്പർ പ്ലേസ് കണ്ടുപിടിക്കാൻ. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അടുത്ത മൂന്നാമത്തേത് പറഞ്ഞാൽ വാഷ് വൈൽ കുക്കിംഗ്. ഒന്നുമില്ല, ഇപ്പൊ നമ്മള് പൊതുവെ അറിയാലോ, നമ്മളെല്ലാരും എന്താ ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ പണ്ട് തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണ് കേട്ടോ. അത് പുതുതായി തുടങ്ങിയ ഒന്നല്ല, എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഹാബിറ്റ്. ഞാനിപ്പോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇപ്പോ നമ്മള് ഒരു കറിക്കൊക്കെ കട്ട് ചെയ്തു, കറി വഴട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഞാൻ ആ ചോപ്പറും ആ ഒരു കത്തിയും നല്ലോണം വേഗം ഒന്ന് കഴുകി അങ്ങ് റെഡിയാക്കി വെക്കും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വെസൽസ് നമ്മൾ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരുപാട്, ഒരു 80% നമ്മുടെ അടുക്കളയിലെ പണി നമുക്ക് അപ്പം തന്നെ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. വീണ്ടും അതിനുവേണ്ടി ഒരു സമയം മെനക്കെടേണ്ട കാര്യമില്ല. കിച്ചൺ നമ്മൾ വളരെ ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയും കൂടുതൽ പണി കിച്ചണിൽ കിടന്ന് ഒരുപാട് നേരം മെനക്കെടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അടുത്തത്, ബൈ ഓൺലി ആഫ്റ്റർ എ 24 hours വെയിറ്റ്. ഇതൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഓൺലൈനിലൊക്കെ എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മള് ലേഡീസ് ആണെങ്കിൽ പൊതുവെ നമ്മളൊരു കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഒരു കിച്ചണിലൊരു പാത്രമോ എന്തെങ്കിലും കണ്ട്, ഒരു കണ്ടെയ്നർ, സ്റ്റോറേജ് ബോക്സ് കണ്ട് നമ്മളത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉടനടി ഇത് വാങ്ങിക്കാതിരിക്കുക. ഇതൊന്നും നിങ്ങൾ ശരിക്കും റിയലി നോക്കിക്കോട്ടോ. നമുക്ക് പൈസ സേവ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 വട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതേപോലെ വാങ്ങിക്കണം തോന്നുമ്പോൾ ഈ കാർട്ടിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ, നമ്മളത് വാങ്ങിക്കൂല. 1-2 വട്ടം ആലോചിച്ച് പിറ്റേ ദിവസം നമുക്ക് അത് ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രമേ നമ്മളത് വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എനിക്കിപ്പം നല്ലൊരു ശീലമായി മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ എങ്ങനെയായിരുന്നില്ല, അത് വാങ്ങിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കാർട്ടിൽ ഇങ്ങനെ കിടക്കുകയല്ലാണ്ട് ഞാൻ ഒന്നും കൂടെ ആലോചിക്കും വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം എന്റെ ജീവിതത്തിൽ ഒരുപാട് ശീലങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ഈ മിനിമലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഈ മിനിമലിസത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ അതിൽ യൂസ്ഡ് ആണ്. കാരണം എനിക്ക് ഒരുപാട് ഫിനാൻഷ്യലി എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിന് എൻ്റെ എനർജിയും എൻ്റെ ടൈം അല്ലെങ്കിൽ എൻ്റെ പൈസ
ഒക്കെ എനിക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തത് കീപ് എവറിഡേ ഐറ്റംസ് വിസിബിൾ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പൊതുവെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. അപ്പം നമ്മൾ സ്നാക്സ് നമ്മൾ എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുടെ വീടാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് അവർക്ക് വിസിബിൾ ആവുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർക്ക് തിന്നാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേസമയം അതേ സ്ഥലത്ത് കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെക്കുന്നത്, വിസിബിൾ ആവുന്ന സ്ഥലത്ത് വെക്കുന്നെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഒന്നും രണ്ടും എടുത്ത് തിന്ന് അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് ആയിട്ട് മാറാനായിട്ട് വളരെ നല്ലതാണ്. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നതും നമ്മുടെ ടൈം എന്ന് പറയുന്നതും എനർജി എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കണക്റ്റഡ് ആണ്. എവിടെ നിങ്ങൾക്കൊരു അതായത് സക്സസ്ഫുൾ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ. അടുത്തത് മീൽ പ്ലാനിങ് ആണ്. ഇത് ഞാനിപ്പോൾ ഫോളോ ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഫുൾ വീക്കിലുള്ള ഒരു മീൽ പ്ലാൻ ഒന്നും ചെയ്യാനായിട്ടുള്ള പാകത്തിൽ ഞാൻ എത്തിയില്ല. വളരെ സ്ലോ ആയിട്ടാണ് ആ പ്രോസസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാളത്തേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് കുക്ക് ചെയ്യാനുള്ള നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സമയത്ത് ചില ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ കേടായി പോവാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്ലാനിങ് ഇല്ലാത്തതാണ്. നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ പോയിട്ട് നമ്മൾ ഗ്രോസറി ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വീട്ടിലെ ഫുഡ് എല്ലാവരും എന്ത് കഴിക്കും എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ മീൽ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. പൈസ ലാഭിക്കാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കടയിൽ പോകുന്നത് നിർത്താം, ഒരുപാട് ഫുഡ് ഐറ്റംസ് വേസ്റ്റ് ആവുകയില്ല. അടുത്തത് ഫോളോ 1 minute റൂള്. ഒന്നുമില്ല, ഇപ്പൊ ഒരു 1 minute ഒരു 1-2 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് അത് വെക്കരുത്. പിന്നത്തേക്ക് അത് വെക്കുമ്പോൾ ഒരുപാട് ജോലികൾ പെൻഡിങ് ആവും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ തിന്ന ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യും, പെട്ടെന്ന് ഒന്ന് ഇതാക്കിയാൽ വേഗം ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ നമ്മൾ സോഫയുടെ കുഷ്യൻസ് ഒക്കെ താഴെ വീണ് കിടക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ തുണി ഇങ്ങനെ മാറിപ്പോവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിനൊക്കെ വളരെ കുറച്ച് സമയമുള്ളൂ. നമ്മൾ എഴുന്നേറ്റ് ഒന്ന് നേരെയാക്കി വെക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ അത് ഉടനടി തീർക്കുക. പിന്നത്തേക്ക് കുറെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാ പണികളും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് നല്ലൊരു എഫേർട്ട് എടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. 1 ഗ്രോസറി ലിസ്റ്റ് നമ്മളെല്ലാവരുടെയും ഫോണിൽ അത് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ എല്ലാവരുടെയും ഫോണിൽ നമ്മളൊരു നോട്ട് പാഡിൽ ഞാനിപ്പോൾ നോട്ട് പാഡിലാണ് ചെയ്ത് വെക്കാറ്. ഞാനൊരു ഗ്രോസറി ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സാധനങ്ങൾ തീർന്നു പോയാൽ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കും. ഇത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് നമ്മൾ ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്താണ് കറക്റ്റ് വാങ്ങിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ചുമ്മാ ഇമ്പൾസീവായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ണി കാണുന്ന വാങ്ങിക്കുന്നത് പൈസ ലാഭിക്കാൻ പറ്റും, സമയം ലാഭിക്കാൻ പറ്റും, ടെൻഷൻ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇല്ലാത്ത സാധനങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവുക. അതൊരു ശീലമാക്കുക. നമ്മുടെ ഫോണിലൊക്കെ ഒന്ന് ചില ഇതിനൊക്കെ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ശരിക്കും ചെയ്യുന്നത് ഈ ഫോണിൽ ഇങ്ങനെ ഒരു ഗ്രോസറി ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതിൽ ഞാൻ കറക്റ്റായിട്ട് എഴുതി വെക്കുന്നു എന്നുള്ളതാണ്. കീപ്പ് എ ഡൊണേഷൻ ബോക്സ്. ഞാൻ ഈ മിനിമലിസം ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡൊണേഷൻ ബോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട്. മന്ത്ലി 1-2 ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു സാധനം വാങ്ങിച്ചു, ഒരു ഡ്രസ്സ് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ പഴയ ഡ്രസ്സ് ഞാൻ ഇടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ 1 വർഷത്തോളമായിട്ട് ആ ഡ്രസ്സ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഞാൻ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഡൊണേറ്റ് ചെയ്യും. കുട്ടികളുടെ ഡ്രസ്സും അങ്ങനെ തന്നെയാണ്, അവർ പെട്ടെന്നാണ് വളരുന്നത്. അപ്പൊ ഞാൻ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുറെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവര് പെട്ടെന്ന് വളർന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്ക് പാൻറ്റുകളൊക്കെ വളരെ ചെറുതായി പോയി. അപ്പൊ അതൊക്കെ നല്ല പാൻറ്റുകളും നല്ല ഷർട്ടുകളൊക്കെയാണ്. അപ്പൊ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് മടക്കിയെടുത്ത് ഈ ബോക്സിൽ വെച്ചിട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ സങ്കടമൊന്നും തോന്നില്ല. അതായത് പെട്ടെന്ന് അയ്യോ ഇതെങ്ങനെയാ കൊടുക്കുക, ഇതെന്താ ചെയ്യാന്ന്. ഈ ശരിക്കും പറഞ്ഞ ഈ മിനിമലിസത്തെ പറ്റി ഒരുപാട് നമ്മൾ വീട്ടമ്മമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇന്നത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ണി കണ്ടതെല്ലാം ഒരു ഈസ്തറ്റിക്കിന് വേണ്ടി വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ട് കുറെ സമയം, പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിന് കുറെ ക്ലീനിങ്ങിന്റെ സമയവും കുറെ ഭയങ്കര മെസ്സായി കിടക്കുന്നതൊക്കെ ഒഴിവാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഡൊണേഷൻ ബോക്സസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
റെഡ്യൂസ് ഡിസിഷൻ ഫാറ്റിക് എന്നുള്ളതാണ്. വേറൊന്നുമല്ല, നമ്മൾ രാവിലെ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന തിരക്കിന് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഡ്രസ്സസുകൾ നമ്മുടെ അടുത്തുണ്ടെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മളിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണോ, എല്ലാ വർഷത്തെ ഇങ്ങനെ കുന്നുകൂടി നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഡ്രസ്സ് വാങ്ങിച്ചത്. അപ്പൊ അതേപോലെ ഓരോ തവണയും വാങ്ങിക്കുന്നത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെയാണ് ഈ ഡൊണേഷൻ ബോക്സസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, മിനിമലിസത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ഒരുപാട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ ഏത് ഡ്രസ്സ് ഇടും, ഏത് മാച്ചിങ്ങിന് ഇടും, ഏത് കമ്മലിടും, ഏത് മാലയിടും, ഈ ഡ്രസ്സ് ഇട്ടാ ഇത് മതിയോ അത് മതിയോ എന്ന് പറഞ്ഞ് കുറെ സമയം അതിനു വേണ്ടി തന്നെ പോകും. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു പോകും. അയ്യോ ഇത് ഇടായിരുന്നല്ലേ എന്ന് ചിലപ്പോൾ നമ്മൾ ഇട്ടിറങ്ങി കഴിയുമ്പോൾ തോന്നും. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിനിമലായിട്ടുള്ള കുറച്ച് ഡ്രസ്സസുകൾ. അതേ കൂടാതെ തന്നെ കിച്ചണിലാണെങ്കിലും ഓവറായിട്ട് കുറെ കണ്ടെയ്നേഴ്സ് വാങ്ങിച്ച് ഒരുപാട് സാധനം ഇട്ട് വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. ഒരുപാട് കണ്ടെയ്നേഴ്സും വേണ്ട, കുറെ സ്റ്റോറേജ് ഓർഗനൈസറിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. അതെല്ലാം നമുക്ക് ഇരട്ടിപ്പണിയാണ് ക്ലീൻ ചെയ്യാനും പൊടി തുടച്ച് വെക്കാനും ഒക്കെ ആയിട്ട്. അത് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അടുത്തത് 10 മിനിറ്റ് റീസെറ്റിംഗ് യുവർ ഹോം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, കിച്ചണിലാണെങ്കിലും ഒരു നമ്മുടെ ഗ്യാസ് അടുപ്പ് അല്ലെങ്കിൽ നാളെ രാവിലത്തേക്കുള്ള ചായപാത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. നമുക്ക് കിടക്കുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ചായയാണല്ലോ ഇടുന്നത്. അത് ഒരുപാട് നമുക്ക് മനസ്സിൽ നല്ലൊരു കാമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡൈനിങ് ടേബിൾ ഒക്കെ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്പ്രേയറിനകത്ത് നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് കലക്കി റെഡിയാക്കി വെക്കുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് തുടച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മാറ്റിയതിന് ശേഷം ഡൈനിങ് ടേബിൾ ഒന്ന് സ്പ്രേ ചെയ്ത് ജസ്റ്റ് തുടയ്ക്കാൻ ഒരു തുണിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പരിപാടി കഴിയും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ആ കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അടുത്തത് ലേൺ ഡ്യൂറിങ് ഹൗസ് വർക്ക്. ഞാൻ ഈ പറയുന്ന എനിക്ക് ഈ സേവിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൈസയുടെ കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും വായിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത് ശരിക്കും ഫ്രാങ്ക്ലി ഞാൻ പറയാം, ഇൻട്രസ്റ്റ് വന്നത് എനിക്ക് പൈസ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം എനിക്ക് പൈസ ഉണ്ടാക്കണം, കുറേ എനിക്ക് ആഗ്രഹങ്ങളും കുറേ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഓരോരുത്തർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ സാധിക്കണമെങ്കിൽ പൈസ വേണം. അപ്പൊ എങ്ങനെ ഉള്ളതിൽ വെച്ച് നമുക്ക് സേവ് ചെയ്യാന്നുള്ള ഒരു രീതി തുടങ്ങിയതിന് ശേഷമാണ് ഈ സേവിങ്സിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസും ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ പോഡ്കാസ്റ്റുകളൊക്കെ ഞാൻ കേൾക്കും. അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അതേപോലെ ഞാൻ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ കോഴ്സ്. ആ കോഴ്സിന് വേണ്ടിയിട്ടും ഇതേപോലെ തന്നെയായിരുന്നു എക്സ്ട്രാ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ ഓൺലൈൻ ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളും ക്ലാസ്സുകളും ഓൺ ചെയ്ത് വെച്ചിട്ട് എൻ്റെ പണികളൊക്കെ തീർക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നിസ്സാരമായിട്ട് നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ നോക്കിക്കൊണ്ട് ഇരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇതേപോലെ പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് പഠിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മൾ എക്സ്ട്രാ വീണ്ടും അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ തന്നെ പഠിച്ചു. ഇത് ഒരുപാട് ആൾക്കാർ, ഒരുപാട് ലേഡീസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇത്. നമുക്ക് സമയമില്ല എന്നും പറഞ്ഞ് ചില ആൾക്കാർ എന്തിനാ, ഞാൻ ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സമയമില്ല എന്നും പറഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ കുക്കിങ്ങിന്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ട് കേൾക്കുക എന്നുള്ളത്. അടുത്തത് കീപ്പ് എ വീക്ക്ലി മണി ചെക്ക്. അതായത് നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പൊ ഞായറാഴ്ച ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഴ്ച എത്ര രൂപ ചെലവായി, എന്തിനൊക്കെ ചെലവഴിച്ചു, പുറത്തു പോയി ഫുഡ് കഴിച്ചതാണോ, എവിടെ നിന്ന് ചെലവഴിച്ചു. ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഈ പൈസ പോയതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മള് കുറെ പൈസ എവിടെയാണ് പോയെന്നുള്ളതും നെക്സ്റ്റ് ടൈം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ടെൻഡൻസി വരും. അപ്പൊ ഇത് നമ്മൾ ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയാ ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ അതിന് ഒരു എന്നാ പറയുന്ന ഒരു അലേർട്ട് പോലെ ആയി മാറും. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കും ഇത് ചെലവഴിക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഏതിനു വേണ്ടിയിട്ട് അനാവശ്യമായി എവിടെ പൈസ ചെലവഴിച്ചു എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഒരു 10 മിനിറ്റ്സ് എവറി സൺഡേ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഡേ, അതിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ മെനക്കെടുക. ഏതിനു വേണ്ടി എങ്ങനെയൊക്കെ ചെലവാക്കി എന്ന് മനസ്സിലാക്കുക.
ക്വാളിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ക്വാണ്ടിറ്റി. ഇപ്പോ നമുക്ക് കുറേ അതായത് നല്ല പ്രോഡക്റ്റുകൾക്കൊക്കെ നമ്മൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോ നമ്മൾ കുറേ കണ്ടെയ്നേഴ്സ് ഇപ്പം വളരെ ലെസ് പ്രൈസിന് കിട്ടുകയാണ്, അല്ലെങ്കിൽ അതുപോലെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസിന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ലോങ് ടൈമിൽ നിൽക്കത്തില്ല. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റേണ്ടതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോകും. അതുകൊണ്ട് ക്വാണ്ടിറ്റി അല്ല നമ്മൾ വാങ്ങിക്കേണ്ടത്, ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. റീപ്ലേസ്മെന്റ് ചെയ്യാനുള്ള പൈസയൊക്കെ നമുക്ക് ഇതിൽ ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. അടുത്തത് 1 hour ഡെയിലി ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 1 hour നിങ്ങൾ മെനക്കിടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയാണ് നമുക്ക് ഈ സമയമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു പേഴ്സണലി നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തിനും നമ്മൾ കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. ഈ പറയുന്ന എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമുക്ക് പൈസ വേണം. പൈസ ഉണ്ടെങ്കിലാണ് നമുക്കൊരു, എല്ലാ ആൾക്കാർക്കും ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ചിലർക്കൊക്കെ കുറച്ചൊരു ഏജ് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടവും മാനസികമായിട്ട് അസ്വസ്ഥതയൊക്കെ വരും. വേറെ ആൾക്കാർ, നമ്മളെപ്പോലെ ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ അയ്യോ ഞാനത് ചെയ്തില്ല, എനിക്ക് അത് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു, ഞാൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു 10 minutes റെഡിയാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ല് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക. കുറച്ച് സമയം സ്ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സ്ക്രോളിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഒരു സ്കില്ല് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഈ വീഡിയോസിലുള്ള ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മുന്നോട്ട് എത്താൻ വേണ്ടി പറ്റും. നമ്മുടെ ലൈഫിന്റെ സ്റ്റൈലേ മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഹാബിറ്റുകളൊക്കെ വെരി സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഇങ്ങനത്തെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.